ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ അമ്പിയാണ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കിന്നൊരു കഥ കേൾക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ഈ പുരുഷന്മാരെന്ന് പറയുന്നത് പട്ടികളാണ്, സ്ത്രീകൾ പൂച്ചയാണ്. ഇതിൻ്റെ നടുവിലേക്ക് ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് നമ്മൾ അങ്ങ് എറിഞ്ഞു കൊടുത്താൽ പട്ടി അത് കഴിച്ചിട്ട് ജീവിത അവസാനം വരെ ലോങ് ലൈഫ് നമ്മളോടെ ആ പട്ടിക്ക് സ്നേഹമുള്ള പട്ടിയായിരിക്കും. ഇതിൽ പേപ്പട്ടികളും ഉണ്ട് കേട്ടോ. എല്ലാ പട്ടികളും നല്ലതാണെന്നല്ല, ചിലർ പേപ്പട്ടിയുണ്ട്, അത് കടിച്ചു കഴിഞ്ഞാൽ മാരക വിഷവുമാണ്. അതുപോലെ തന്നെ ഓൺ ദ സ്പോട്ട് ചിലർ മരിക്കും. ചിലരാകട്ടെ മറ്റുള്ളവരെ കടിക്കണമെന്നുള്ള ടെൻഡൻസിയിൽ ഇങ്ങനെ നടന്ന് കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ കെട്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിയേണ്ടതായിട്ട് വരും. ഈ പൂച്ചയാകട്ടെ അതിനെന്തെല്ലാം കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹവും കാണത്തില്ല, നന്ദിയും കാണത്തില്ല. ഈ പൂച്ചയ്ക്ക് എപ്പോഴും അതിൻ്റെ മക്കളോട് മാത്രമായിരിക്കും സ്നേഹം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഈ പൂച്ചയെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ പൂച്ചയാണെങ്കിൽ അതിനെ എത്രയും മാന്തി പറിക്കാമോ മാന്തി പറിച്ച് കയ്യിലും കാലിലും എല്ലാം മാന്തി പറിക്കും. അപ്പോഴും ഈ പട്ടി ഉണ്ടല്ലോ മിണ്ടാതെ അവിടെ കിടക്കത്തതേ ഉള്ളേ, മാന്തി പറിക്കും, എന്നിട്ട് ഇറങ്ങി അങ്ങ് പോകും. ഈ പട്ടി പുറകിന് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡായിരിക്കും ഈ പൂച്ചയ്ക്കാണെങ്കിൽ ഒരു നന്ദി എന്ന് പറയുന്നതേ ഇല്ല. പൂച്ച എപ്പോഴും ഇങ്ങനെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നല്ല ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്ത് ഇങ്ങനെ അടിച്ച് പൊളിച്ച് കിട്ടുന്ന പൈസ മുഴുവൻ ദൂർത്തടിച്ച് ഇങ്ങനെ കളയണമെന്നാണ്. പട്ടിയാണെങ്കിലോ രാപകലില്ലാതെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി ഈ പട്ടി ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കും, വിദേശത്തോ സ്വദേശത്തും അങ്ങനെയൊക്കെ ആയിരിക്കുമേ. അപ്പോൾ പൈസ ഉണ്ടാക്കി ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഈ പട്ടി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പൂച്ചയാകട്ടെ ആ പട്ടിയുടെ പൈസയും മേടിച്ചും കൊണ്ട് വേറെ പട്ടികളുടെ കൂടെ പോയി അടിച്ച് പൊളിച്ച് സ്പെൻഡ് ചെയ്യും അവരുടെ കൂടെ പോയി. എന്നിട്ടോ 1-2 ദിവസമൊക്കെ അവരുടെ കൂടെ അങ്ങ് നിൽക്കും. അപ്പോഴേ വീട്ടുകാരൊക്കെ ചോദിക്കും എവിടെ പോവാ, പിള്ളേരെയൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുക, അല്ല വേറെ പൂച്ചകളെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞാണ് ഈ പൂച്ച പോകുന്നത്. വീട്ടുകാർക്ക് അഥവാ അറിയാമോ അറിയത്തില്ല എന്തെങ്കിലും വീട്ടുകാർ മിണ്ടാതിരിക്കും. ഈ പട്ടിയാകട്ടെ വിദേശത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഈ പട്ടിയുടെ കൂടെ നിന്നിട്ട് ഈ പട്ടിയോട് കള്ളം പറഞ്ഞിട്ട് ഈ പൂച്ച പോകുവന്നേ. അതെൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ടില്ലാതെ എനിക്ക് പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഈ പൂച്ച ഈ പട്ടിയോട് കള്ളം പറഞ്ഞിട്ടും പോകുവന്നേ. ഈ പട്ടിയാകട്ടെ വിശ്വസിച്ച് പാവം പട്ടി എന്തെല്ലാം ചെയ്യാവോ അതെല്ലാം ചെയ്യും. അപ്പോഴേ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പട്ടി വരുമ്പോഴേ ഈ പട്ടിയുടെ കയ്യിൽ നിന്ന് ഈ പൂച്ച ഉണ്ടല്ലോ, ഈ പൂച്ച സാമർത്ഥ്യക്കാരി പൂച്ചയാണ്. പൂച്ച ഉള്ള പൈസ മുഴുവനും ഇനി അടിച്ചെടുത്തിട്ട് അവർ അക്കൗണ്ടിലിടും. ഈ പട്ടിക്ക് 5 പൈസ വേണമെന്ന് വരില്ല, അവരോട് തെണ്ടണം. കാരണം ആ പട്ടി എന്ത് കഷ്ടപ്പെട്ട പൈസയാണെന്നറിയാം. അവരോട് തെണ്ടണം, താ എനിക്ക് 100 രൂപ താ, എനിക്ക് അവിടെ പോകാനോ, എനിക്കൊരു സിനിമ കാണാൻ പോകണോ, അല്ലെ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണം. ഈ പട്ടിയോ വന്നു കഴിഞ്ഞാലോ എൻ്റെ പൊന്നോ വീട്ടിലെ പണി മുഴുവൻ ഈ പട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കും. കാല് തിരുമ്മിക്കുന്നു, കൈ തിരുമ്മിക്കുന്നു എന്നു വേണ്ട, ഈ പട്ടിയെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും. എന്നിട്ട് ഈ പട്ടിയെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് ഈ പൂച്ച ആക്ഷേപിച്ച് അങ്ങ് കൊല്ലും. അപ്പോഴേ ഈ പൂച്ചകളൊക്കെ ഉണ്ടല്ലോ, അപ്പം വേറെ നല്ലൊരു പട്ടിയെ തേടി ഈ പൂച്ച അങ്ങ് പോകും. എന്നിട്ട് കുറച്ച് നാളൊക്കെ കഴിയുന്ന മടുത്ത് കഴിയുന്ന ഈ പൂച്ച ഉണ്ടല്ലോ ഈ തേടിപ്പോയ പട്ടി ഇട്ടിട്ടങ്ങ് പോകും. അപ്പം പിന്നെ പതുക്കെ ഈ മനുഷ്യൻ്റെ അടുത്ത് വരും. അതുവരെ ഈ പട്ടി വയസ്സായി ചാകാറാവുമ്പോഴായിരിക്കും ഈ പൂച്ച തിരിച്ചറിയുന്നത്, അയ്യോ ഇത് തന്നെയായിരുന്നു നല്ലതെന്ന്, ഇതിൻ്റെ കൂടെ തന്നെ മതിയാരെന്നല്ലോ നോക്കുക. അപ്പോഴത്തേക്കിന് ഈ പൂച്ച ചാകാറായി ഒരു പരുവമാകും. ചാകത്തൊന്നുമില്ല, പക്ഷേ ചാകാറായിരിക്കും. അപ്പോൾ ഈ പട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, പട്ടികളൊക്കെ സ്നേഹമുള്ളവരൊക്കെ തന്നെയാണ്. എല്ലാ പട്ടിയും ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞ് ചിലത് പേപ്പട്ടിയാണെന്ന്, കടിച്ച മാരക വിഷമാണെന്ന്.
ഈ പൂച്ച ഈ പൂച്ചയുടെ വിചാരം എന്തോ, ഈ പൂച്ചയാണ് ലോകത്തിലേക്ക് സുന്ദരി പൂച്ചയാണ്. പൂച്ചയാണെങ്കിൽ ഇങ്ങോട്ട് ഒരുങ്ങിപ്പോകാന്ന് കണ്ടാലോ കടയിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഈ പൂച്ച ഉള്ള പൈസയ്ക്ക് മുഴുവൻ ഷോപ്പിങ്ങും ചെയ്ത് കാര്യങ്ങളും ചെയ്ത് എൻ്റെ അമ്മോ ഈ പൂച്ചയുടെ കാര്യം കൊണ്ട് തോറ്റു. ഈ പൂച്ച വിചാരിക്കുന്ന ഞാനിപ്പോഴും കൊച്ചു കുഞ്ഞാണ്. ഈ പൂച്ചയ്ക്കാണെങ്കിലോ ഈ പട്ടിയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാനാണ് നാണംകേട, ഭയങ്കര നാണംകേട, എങ്ങും കൊണ്ടുപോകത്തില്ല. പക്ഷെ മറ്റുള്ളവരുടെ കൂടി ഈ പൂച്ച കയറിപ്പോകാൻ പൂച്ചയ്ക്ക് ഭയങ്കര സാമർഥ്യമാണ്. ഈ പൂച്ച വിചാരിക്കുന്നത് എന്താ, ഈ പൂച്ച മറ്റുള്ളവർക്കൊന്നും അറിയത്തില്ല ഒരു കാര്യങ്ങൾ വന്നു എന്നാ ചെയ്യാനാണ്. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല കേട്ടോ, ഞാൻ എവിടെയോ കണ്ടതാണ്. എന്നാൽ ഒരു വീഡിയോ ആക്കാമെന്ന് വെച്ചു. ഇന്ന് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഞാൻ എവിടെയോ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബായ്.